തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തലിൽ ഉദ്യോഗസ്ഥരെ വെള്ളപൂശി അന്വേഷണ റിപ്പോർട്ട്. ചടങ്ങുകൾ തടസ്സപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിൽ തള്ളാനും നീക്കം. തിരുവമ്പാടിയുടേത് ഏകപക്ഷീയ തീരുമാനങ്ങളെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മഠത്തിൽ വരവ് സമയം ലാത്തിചാർജ് നടന്നില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് പോലീസിനെ അപ്പാടെ വെള്ളപൂശിയത്. പൂരം സംഘർഷത്തിൽ പോലീസിന് യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. മഠത്തിൽ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഇടപെടലുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നും പോലീസ് നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പല ഇടപെടലുകളും നടന്നതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ADGP MR അജിത് കുമാറിന്റെ പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല വിവരം. 2024 പൂരത്തിനാണ് സംഘർഷമുണ്ടായത്. ആചാരപരമായ കാര്യങ്ങളിൽ പോലീസ് അമിതമായി നിയന്ത്രണം ഏൽപ്പിച്ചതായിരുന്നു സംഘർഷത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം. പോലീസ് ഇടപെടലിലൂടെ മഠത്തിൽ വരവും വെടിക്കെട്ടും വൈകി. പൂരപ്രേമികൾക്ക് മേൽ പോലീസ് അമിതമായി നിയന്ത്രണം ഏർപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണമായി. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് കുടമാറ്റത്തിനെത്തിച്ചവരെ തടഞ്ഞുവെക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ പോലീസിന് വെള്ളപൂശി തിരുവമ്പാടി ദേവസ്വത്തിനു മേൽ കുറ്റം ചേർത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത്. ജനം, തിരുവനന്തപുരം.